ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ഞാനിന്ന് തക്കാളി ചട്നി ഉണ്ടാക്കാൻ പോവുകയാണ്. തക്കാളി ചട്നിയും ദോശയും. എല്ലാവരും കണ്ട് അഭിപ്രായം പറയണം കേട്ടോ. എൻ്റെ വീഡിയോസൊന്നും ഇപ്പോൾ ആരും കാണുന്നില്ല. തക്കാളിയും ഉള്ളിയും നീളത്തിലരിഞ്ഞ് അതിനകത്ത് ഉപ്പും മുളക് പൊടിയും ഒക്കെ ഇട്ട് അതിനെ വഴറ്റി എന്നാണ് പറഞ്ഞത്, അതിനെ വേവിച്ച് മൂപ്പിച്ചിട്ട് അതിനെ മിക്സിയിൽ അരയ്ക്കണം. ദിവസം കൊണ്ട് ഉപ്പുമാവും പുട്ടും ഒക്കെ കഴിച്ച് മടുത്ത് അങ്ങനെ ദോശയൊക്കെ അരച്ച് വെച്ചു. ദോശ മാത്രം ഉണ്ടാക്കാൻ പറ്റും, ഇഡലി പാത്രമൊന്നും ഇല്ല. നമ്മളിപ്പോൾ യുപിയിലാണല്ലോ. ദോശയുടെ മാവാണ്. ഇവിടെ ഭയങ്കര ചൂടാണ്, പുളിച്ചതായിട്ടിരിക്കുകയാണ്. എണീക്കുന്നത് 8 മണിക്കാണ്. ഇയർ ബാലൻസിൻ്റെ പ്രശ്നം കാരണം നേരത്തെ ഒന്നും എണീക്കാനേ പറ്റുന്നില്ല. കുറച്ച് മാവ് കൂടുതൽ അരച്ചു. നാളെ ഇനി ചേട്ടന് ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും. അപ്പം നാളെ ഇന്ന് വീണ്ടും എടുത്തിട്ട് അരയ്ക്കണം. അതുകൊണ്ട് കുറച്ച് പകർന്ന് വേറെ പാത്രത്തിലോട്ടാക്കിയിട്ട് ദോശ ചുടാമെന്ന് വിചാരിച്ചു. ഞാൻ കാപ്പിക്ക് അരയ്ക്കുമ്പോൾ പച്ചരി ഉഴുന്നിൻ്റെ കൂടെ അവിലും കൂടെ ചേർത്താണ് അരയ്ക്കുന്നത്. നല്ല സൂപ്പറായിട്ട് വരും, നല്ല സോഫ്റ്റായിട്ടും നല്ല മൊരിഞ്ഞ് അടിപൊളിയായിട്ട് വരും. പിന്നെ ദോശ റെഡിയായി. തക്കാളി ചട്നി ഞാൻ ആദ്യം കടുക് വറുക്കാൻ മറന്നുപോയി, പിന്നെ പോയാണ് കടുക് വറുത്തത്. അങ്ങനെ ദോശയും തക്കാളി ചട്നിയും റെഡിയായി. കഴിക്കാൻ പ്ലാറ്റുമായി. നമ്മളിതാ കഴിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.